നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആശ്വാസത്തിന്റെ ഒരു കനൽത്തരി സമ്മാനിച്ചത് തെക്കൻ കേരളത്തിലെ ആലപ്പുഴ ജില്ല മാത്രമായിരുന്നു. ആ വലിയ തിരിച്ചടിക്ക് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിലെ 39 നിയമസഭാ സീറ്റുകളിൽ 35ലും വെന്നിക്കൊടി പാർച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മറുപടി പറഞ്ഞത്. എന്നാൽ നിയമസഭയിലെ കണക്കുകളൊന്നുമല്ല ലോക്സഭയിൽ ഫലം നിർണ്ണയിക്കുക എന്നുള്ള വാദമാണ് UDF ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനവർ കാരണവും പറയുന്നുണ്ട്. കാരണം 2016 ഇതേ LDF തെക്കൻ കേരളത്തിലെ 32 നിയമസഭാ സീറ്റുകൾ നേടിയിട്ടും 2019 ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ചത് UDFന് തന്നെയായിരുന്നു. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അംഗത്തിന് കളമൊരുങ്ങി നിൽക്കെ തെക്കൻ കേരളം ആർക്കൊപ്പം നിൽക്കും എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തെക്കൻ കേരളത്തിൽ 6 ലോക്സഭാ സീറ്റുകളാണുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കൊല്ലം എന്നീ സീറ്റുകൾ. ഈ സീറ്റുകളിൽ നിലവിലെ സ്കോർ നില എന്ന് പറയുന്നത് 5-1 ആണ് എന്ന് നമുക്കറിയാം. ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ ആരിഫ് മാത്രമാണ് ഉള്ളത്. അങ്ങനെ 6 ലോക്സഭാ സീറ്റുകളിൽ 5 UDFനും അതിനോടൊപ്പം തന്നെ 1 ഇടതുപക്ഷത്തിന് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇക്കുറി കാര്യങ്ങൾ മാറി മറിയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം BJP ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ശ്രദ്ധ വെക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ആ കേരളത്തിലെ തെക്കൻ പ്രദേശത്ത് BJPയുടെ കരുത്തർ തന്നെയാണ് മത്സരത്തിന് ഇറങ്ങാനുള്ളത്. എന്തായാലും ആദ്യത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. സംസ്ഥാനത്ത് നിർണായക പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശശി തരൂരിന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ രാജ്യശ്രദ്ധ നേടുന്ന മണ്ഡലം കൂടിയായിരിക്കും തിരുവനന്തപുരം. 2014 മുതൽ BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ പെടുത്തി പോരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇവിടെ ഇക്കുറിയും ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ നിന്നും ത്രികോണ മത്സരത്തിലേക്ക് ഈ മണ്ഡലത്തെ എടുത്തുയർത്തിയത് O രാജഗോപാൽ ആയിരുന്നു. 2014 മോദി തരംഗത്തിൽ കേരളത്തിൽ അനക്കമുണ്ടാക്കാനായത് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു. O രാജഗോപാലിന് മാത്രമായിരുന്നു. ഇക്കുറി 4ാം വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് ശശി തരൂർ രംഗത്തിറങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയാണ് BJP അംഗത്തിനായി ഇറക്കിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ എന്ന ജനകീയ മുഖത്തെ ഇടതുപക്ഷവും കളത്തിലിറക്കിയതോടുകൂടി കനത്ത പോരാട്ടം തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 2005 ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചു കയറിയ ഒരു ചരിത്രം പന്ന്യൻ രവീന്ദ്രന് കൂടി അവകാശപ്പെടാനുണ്ട്. അങ്ങനെ 3 മുന്നണികളും കരുത്തരായി തന്നെ പ്രചരണം തുടരുന്ന അല്ലെങ്കിൽ 3 കരുത്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമായി തന്നെ തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. അടുത്തത് ആറ്റിങ്ങലാണ്. ഈഴവ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി തുടരുന്ന അടൂർ പ്രകാശിനെ തുരത്തുന്നതിന് വേണ്ടി LDFന്റെ ജില്ലാ സെക്രട്ടറിയും MLAയുമായ V ജോയിയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയിരിക്കുന്നത്. BJP കേന്ദ്രമന്ത്രി V മുരളീധരനെ കൂടി ആറ്റിങ്ങലിൽ കനത്ത പോരാട്ടത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ഈഴവ മുസ്ലിം ദളിത് വോട്ടുകൾ എങ്ങനെ വിഭജിക്കപ്പെടും എന്ന കാര്യത്തിൽ LDFനും UDFനും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവുമുണ്ട്. 2019 ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് BJPയെ ഇവിടെ വലിയ രീതിയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് 3ാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ എത്തിയതെങ്കിൽ പോലും 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല BJPയുടെ വോട്ട് വിഹിതം 10.5% നിന്നും 25% ഉയർത്തിക്കൊണ്ട് വന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. ശോഭാ സുരേന്ദ്രനെ മറികടന്നുകൊണ്ട് ഇക്കുറി മണ്ഡലത്തിൽ 1 വർഷം മുന്നേ തന്നെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ പ്രചരണം ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ V മുരളീധരന്റെ ഈ കഠിനാധ്വാനം ആറ്റിങ്ങലിൽ പാഴാവില്ല എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. അടുത്തത് കൊല്ലം ജില്ലയാണ്. ദക്ഷിണ കേരളത്തിൽ മുസ്ലിം വോട്ട് നിർണായകമായ ഒരു മണ്ഡലമാണ് കൊല്ലം ജില്ല. ഇരവിപുരം, ചവറ, ചടയമംഗലം നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഇവിടെ PDP, SDPI തുടങ്ങിയ കക്ഷികൾക്കൊക്കെയും നല്ല രീതിയിലുള്ള വേരോട്ടമുണ്ട്. പുനലൂർ, ചവറ, കൊല്ലം, ചാത്തന്നൂർ എന്നീ ഭാഗങ്ങളിലൊക്കെയും ക്രിസ്ത്യൻ വോട്ടുകളും നിർണായകമാകും. എന്തായാലും ഇവിടെ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ എത്തിയിരിക്കുന്നത്. NK പ്രേമചന്ദ്രനെ തുരത്താൻ സിനിമാ താരവും MLAയുമായ മുകേഷിനെയാണ് ഇടതുപക്ഷം ഇറക്കിയിട്ടുള്ളത്. BJP ആവട്ടെ മറ്റൊരു സിനിമാ താരമായ കൃഷ്ണകുമാറിനെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് താര പോരാട്ടമാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. കൊല്ലത്ത് RSPയുടെയും UDFന്റെയും സംഘടനാ ശേഷിക്കപ്പുറത്ത് NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിനാണ് വോട്ട് തേടുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന വിശേഷണവും അതിനോടൊപ്പം ജനകീയതയും ഒക്കെ പ്രേമചന്ദ്രനെ മോദിയുടെ തീന്മേശയിൽ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയും കൊല്ലം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ വിധേയത്വ കൂടിയായിരിക്കും 26-ാം തീയതി നടക്കാൻ പോകുന്നത്. ഇനി ആലപ്പുഴയിലാവട്ടെ അവിടെ കോൺഗ്രസിനെ തുടർച്ചയായും ഇടതുപക്ഷത്തെ ഇടയ്ക്കിടെയും ഒക്കെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. 2009 മുതൽ 2019 വരെ 2 ടൈമിൽ ആലപ്പുഴയിൽ നിന്നും വിജയിച്ചു കയറിയ
കയറിയ KC വേണുഗോപാൽ കഴിഞ്ഞ തവണ മാറി നിന്നതോടുകൂടിയാണ് കോൺഗ്രസിന് ഈ മണ്ഡലം തന്നെ നഷ്ടപ്പെട്ടത്. KCക്ക് പകരമായി നിർത്തിയ ഷാനിമോൾ ഉസ്മാനെ AM ആരിഫ് 10,474 വോട്ടുകൾക്കായിരുന്നു പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ കൈവിട്ട തങ്ങളുടെ മണ്ഡലം തിരികെ പിടിക്കാൻ KCയെ തന്നെ കോൺഗ്രസ് വീണ്ടും കളത്തിലിറക്കിയിട്ടുണ്ട്. അങ്ങനെ KC രംഗത്തിറങ്ങുമ്പോൾ ഈ മണ്ഡലം പിടിച്ചു നിർത്തുക എന്ന വലിയ ബാധ്യത, വലിയ ഉത്തരവാദിത്തം AM ആരിഫിന്റെ ചുമലിലുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിലെ കുതിച്ചുചാട്ടം മുതലെടുക്കാൻ BJP തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനെ കൂടി കളത്തിലിറക്കിയിട്ടുണ്ട്. അതോടുകൂടി ഈ ആലപ്പുഴ മണ്ഡലത്തിലും ശക്തമായ മത്സരം തന്നെ നടക്കുമെന്ന് നമുക്കറിയാം. ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിലെ അപ്രതീക്ഷിതമായ മുന്നേറ്റം കാരണം A ക്ലാസ് മണ്ഡലത്തിലേക്ക് നീങ്ങിയ ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ അപ്രതീക്ഷിതമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം. പക്ഷേ അവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ നേട്ടം പ്രചരണ രംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് മാവേലിക്കര മണ്ഡലമാണ്. 2009 മുതൽ അവിടെ അജയ്യനായി തുടരുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ദീർഘകാലമായി MP ആയി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ജനവികാരം ഉണ്ട് എന്ന് തന്നെയുള്ള വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷം ഇവിടെ CPI ആണ് മത്സരത്തിന് ഇറക്കുന്നത്. CPIയുടെ പുതുമുഖമായ CA അരുൺകുമാർ ആണ് ഇവിടെ കൊടിക്കുന്നിലുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. BDJSനായി മത്സരിച്ച തഴവ സഹദേവൻ കഴിഞ്ഞ തവണ 1,33,000 വോട്ടുകൾ സമാഹരിച്ചിരുന്നു. ഇത്തവണ NDAക്ക് വേണ്ടി BDJSന്റെ ബൈജു കലാശാലയാണ് ഈ മാവേലിക്കരയിൽ മത്സരത്തിനിറങ്ങുന്നത്. അടുത്തത് പത്തനംതിട്ട മണ്ഡലമാണ്. അവിടെ ശബരിമല പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ NDAക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ തവണ അവർക്ക് വിജയിച്ചു കയറാൻ സാധിച്ചില്ല. അവിടുത്തെ ഫലങ്ങൾ UDFന് അനുകൂലമായിരുന്നു. എന്നാൽ വൻതോതിൽ തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രന് സാധിച്ചിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ചാൽ മാത്രമേ ഈ മണ്ഡലം ഒപ്പം പോരുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം BJPക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുൻ മുഖ്യമന്ത്രിയായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയിരിക്കുന്നത്. 4ാം അംഗത്തിന് ഇറങ്ങുന്ന ആന്റണിക്കെതിരെ ഇടതുപക്ഷം കളത്തിലിറക്കിയിട്ടുള്ളത് തോമസ് ഐസക്കിനെയാണ്. ശബരിമല പ്രക്ഷോഭങ്ങളുടെ പേരിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ BJPക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. പൂഞ്ഞാറിലെ മുൻ MLA ആയ PC ജോർജ് പത്തനംതിട്ടയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള വലിയ അഭ്യൂഹങ്ങൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് അനിൽ ആന്റണി ഇവിടേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് BJPയിൽ ചേർന്ന PC ജോർജിനെ ഇത് കുറച്ചൊക്കെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അനിൽ ആന്റണിയെ താൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PC ജോർജ് രംഗത്തെത്തിയത്. പക്ഷേ അതിനുശേഷം അനിൽ ആന്റണിക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് PC ജോർജ് സ്വീകരിച്ചത്. പക്ഷേ ഇതൊക്കെ വോട്ടായി പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യം ജനത്തിന്റെ കയ്യിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയ വോട്ട് വിഹിതം അത് താഴെ പോകാതെ നോക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം കൂടി അനിൽ ആന്റണിയുടെ ചുമലിലുണ്ട്. എന്തായാലും ഈ തെക്കൻ കേരളം വളരെ നിർണായകമാണ്. അവിടെ 6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും BJPക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും, ആറ്റിങ്ങലിൽ V മുരളീധരനും, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ഒക്കെ കളത്തിലിറങ്ങുന്നുണ്ട്. ഇവരൊക്കെ BJPയുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആലപ്പുഴ മാത്രമാണ് അവർക്ക് കഴിഞ്ഞ തവണ തുണയായത്. അതിൽ നിന്നൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് LDFന്റെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ്. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർ നേടിയ റെക്കോർഡ്, ആ ചരിത്ര വിജയം ആവർത്തിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ കൂടി അവർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും തെക്കൻ കേരളത്തിൽ വലിയ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.